ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു മീൻ കറിയാണ് കേട്ടോ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വെട്ടുമീനില്ലേ, നുറുക്കുമീനാണ് എടുത്തിരിക്കുന്നത്. അയിക്കൂറയാണ്. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ അതിലത്തെ ബ്ലഡൊക്കെ ഒന്ന് പോണ വരെ നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമില്ലാണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏത് മീനും നമ്മൾ ഇതുപോലെ മുളക് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഈ മീൻ തന്നെയെന്നല്ല, ചൂരയായാലും അതുപോലെ തന്നെ വറ്റിയായാലും പിന്നെ സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും മേടിക്കുന്ന മീനാണ് ചാള. ഇതൊക്കെ ഇതുപോലെ മുളകിട്ട് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടിയിലാണ് കേട്ടോ നമ്മുടെ ഗ്രേവി തയ്യാറാക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ ചട്ടി ചൂടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ, അല്ലാതെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മീൻ കറിക്കൊന്നും ഒരു ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ചതച്ചെടുത്തതാണ്, പിന്നെ കറിവേപ്പില എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. വെളിച്ചെണ്ണ കുറവാണ് വെച്ചെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ അതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ സബോള നമ്മൾ എടുക്കണേക്കാളും ടേസ്റ്റാണ് ചെറിയുള്ളിക്ക്. ഇതിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചെങ്കിൽ നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ച് നമുക്ക് ഉള്ളിയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചുവപ്പ് കളറ് വരുന്ന വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാതും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇല്ല വെച്ചെങ്കിൽ കറി പെട്ടെന്ന് കേടാവും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് ശരിക്കും അങ്ങോട്ട് വരില്ല. ഉള്ളിയൊക്കെ തനി പച്ച പോലെ തന്നെയായിട്ട് കിടക്കും. നന്നായി വഴറ്റി കൊടുത്താലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടീസ്പൂണ് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേറെ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ എരിവ് കുറവാ തോന്നിയപ്പോൾ 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കുടംപുളി കഴുകിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിരായിട്ടുണ്ടായിരുന്നു. ആ കുടംപുളി ഞാൻ ഒരു 4 കഷ്ണം ഇട്ടിട്ട് അതിലത്തെ വെള്ളം കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മൂടി വെച്ചിട്ട് തിളപ്പിക്കുക. അപ്പോൾ മൂടി വെക്കണത് എന്തിനാണെന്ന് വെച്ചെങ്കിൽ ആ പുളിയൊക്കെ അതിൽ നന്നായിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്മിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ തിളച്ച് പോകും. അപ്പോൾ അതുപോലെ നല്ലപോലെ തിള വരട്ടെ. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലത്തെ ഉപ്പും പുളിയൊക്കെ നോക്കാം. പാകത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളിയൊക്കെ കുറവാണ് വെച്ചെങ്കിൽ കുടംപുളി 1 കഷ്ണം കൂടി ഇട്ട് കൊടുക്കാൻ, കഴുകിയിട്ട്. ഉപ്പ് കുറവാണ് വെച്ചെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ മീനുണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മല്ലിപ്പൊടി ഞാൻ എന്താ ചേർക്കാത്തത് വെച്ചെങ്കിൽ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ കറി പെട്ടെന്ന് നാശാവും വെച്ചെങ്കിൽ പിറ്റേ ദിവസത്തേക്കൊക്കെ ആവുമ്പോൾ ചൂടാക്കി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലേ വെച്ചെങ്കിൽ കറിക്ക് പെട്ടെന്ന് നാശാവും. ഇല്ലേ വെച്ചെങ്കിൽ മുളകിട്ട് വയ്ക്കുമ്പോൾ ശരിക്ക് മുളക് പൊടി മാത്രമേ ഞാൻ ഇടാറുള്ളൂ. പിന്നെ മല്ലിപ്പൊടി ഇങ്ങനെ സാധാരണ ഇടാറില്ല. എന്നുവെച്ചാൽ ചാളയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ മുളകും മല്ലിയും കൂടി ചൂടാക്കിയിട്ട് അങ്ങനെ വെക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയിട്ട് മീനും വെള്ളവും ഒരേ പാകത്തിനായിട്ടാണ് ഞാൻ വെക്കുന്നത്. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഞാൻ തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഉടയാത്ത മീൻ തന്നെയാണ്, എന്നാലും നല്ലതുപോലെ അങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇതാക്കണ്ട. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മുടെ ചാറിൻ്റെയും നമ്മുടെ ഗ്രേവിക്കും അനുസരിച്ച് നമുക്ക് പാകത്തിന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കഷ്ണങ്ങളിൽ നിങ്ങൾക്ക് വേണമെച്ചെങ്കിൽ മുന്നേ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടിയിട്ട് പുരട്ടി വെക്കാവുന്നതാണ്. ഞാനതിപ്പോൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് കഴുകിയെടുത്ത് അങ്ങനെ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വെക്കണമെന്ന് വെച്ചെങ്കിൽ മുളകും ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അത് നന്നായി അതിലൊന്ന് പിടിച്ച് കിട്ടും. പിന്നെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം എല്ലാവരും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ.
ഇനി ഇതിങ്ങനെ ഇപ്പോൾ എടുക്കാതെ നമുക്ക് ചോറിനൊന്നും ഇപ്പോൾ എടുക്കാതെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഒന്ന് എടുത്ത് നോക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പും പുളിയും ഒക്കെ നന്നായി കഷ്ണത്തിലൊക്കെ പിടിച്ചിറങ്ങി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തേക്കായിട്ട് എടുത്ത് നോക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ കഴിക്കണേക്കാളും ടേസ്റ്റ് അപ്പോഴാണ് നമുക്ക് തോന്നുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.